വിശ്വനാഥൻ പറയുന്നു, ഒരുക്കമുള്ളവരായി തീരുക എന്നുള്ളതാണ്. നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നു, ഒരുക്കമുണ്ടാകും. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുന്നു, ഒരുങ്ങിയേ പോകുക. എന്നാൽ ആത്മീയ ജീവിതത്തിലെ നമ്മൾ ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതിനെ നമ്മൾ റിലാക്സായി ഇങ്ങനെ വിട്ടിരിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. എന്നെങ്കിലും എൻ്റെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഞാൻ പോകണം, ഞാൻ ഇവിടെ തന്നെ ജീവിക്കേണ്ടതല്ല, എനിക്ക് കുറച്ച് നാളേ ഉള്ളൂ എന്നുള്ള ചിന്ത പലപ്പോഴും നമുക്കില്ല എന്നുള്ളതാണ്. പേടിച്ച് ജീവിക്കാനല്ല, ഒരു ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ജീവിക്കാനാണ് കർത്താവ് നമ്മളോട് പറയണേ. പേടിയൊന്നും വേണ്ട. എന്തിനു പേടിക്കേണ്ട ആവശ്യം? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്കല്ലേ പോകേണ്ടത്. പലപ്പോഴും നമുക്കൊക്കെ പേടിയാ മരിക്കാൻ. പേടിക്കാനല്ല പറയാം, ആ സന്നിധിയിലേക്ക് തന്നെ തിരിച്ച് അതിൻ്റെ ഇടയിലുള്ളൊരു ജീവിതമാണ് ഇപ്പം നമ്മൾ നയിച്ചുകൊണ്ട്, അത് പുണ്യപ്പെട്ടൊരു ജീവിതമായിട്ട് മാറാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചൊരു വിചാരമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങളൊക്കെ വാട്സപ്പിൽ ഒരു ഡാൻസ് കളിച്ചിരുന്ന ഒരു സഹോദരൻ്റെ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയാതെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുക. ഇതുപോലെ എന്തോരം മരണങ്ങളാണ് സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മൾ അറിയുന്നില്ല, ആർക്കും അറിയില്ല ആരുടെ മരണം എപ്പോഴാണ് സംഭവിക്കുക. അതുകൊണ്ട് ഒരുക്കമുള്ളവർ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും പ്രസാദപരവസ്ഥയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഈ വഴക്കും പിണക്കങ്ങളും ഒക്കെ മാറ്റിവെക്കാൻ. ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ പകലാകുമ്പോൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് എല്ലാ വഴക്കുകളും പിണക്കങ്ങളും അതാത് രാത്രി തന്നെ അവസാനിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. അതായത് മണിക്കൂറുകളിൽ അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സുണ്ടാകണം. നമുക്കൊക്കെ ഉണ്ടല്ലോ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് മാറണമെങ്കിൽ സമയമെടുക്കും. എന്തോരം പിന്നാലെ നടന്നാലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഇങ്ങനെ പറ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തല്ലോ. എന്തോരം സോറി പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പിന്നാലെ. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഒരു സോറി പറയാൻ ആളില്ലെങ്കിൽ എന്താ ആവശ്യമുണ്ട്? നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് എന്ത് കാര്യമുണ്ട്? നമ്മുടെ ജീവിതം ചിന്തിച്ച് നോക്കാം. ഞാൻ ഒരുക്കമുള്ള വ്യക്തിയാണ്. ഇതിപ്പോൾ മരിക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവിനെ എനിക്ക് കാണാൻ പറ്റുമോ? പ്രാർത്ഥിക്കാം.